السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم بنعمتك العظمى صل على الحبيب محمد وآله كما أعلنت وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذ قال يوسف لأبيه يا أبت إني رأيت 11 كوكبا والشمس والقمر رأيتهم لي ساجدين. وقال نبينا المصطفى محمد صلى الله عليه وسلم ومن رآني في المنام فقد رآني فإن الشيطان لا يتمثل في صورتي ومن كذب علي متعمدا فليتبوأ مقعده من النار. ليته خصاني برؤيات وجهي زال عن كل من رآه الشقاء. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സിദ്ദീഖ് ഹസരി, അതുപോലെ വേദിയിലിരിക്കുന്ന ബഹുമാനനായ ജാഫർ ഫൈസി, ബഹുമാനപ്പെട്ട സയ്യിദ് സഅദുദ്ദീൻ തങ്ങൾ അൽ അസ്ഹരി, ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ അൽ ജലാലി, ബഹുമാനനായ ജാബിർ ഫൈലി, ബഹുമാനപ്പെട്ട ഹാരിസ് മിസ്ബാഹി, ബഹുമാനപ്പെട്ട അബ്ദുസലാം ഫൈലി ഉൾപ്പെടെ ഈ സംഗമത്തിൽ സംബന്ധിച്ച ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, സഹോദരങ്ങളെ, ജവാഹിർ സുന്ന റിസർച്ച് കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഷമായിലു നബി സെമിനാറിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. ആദരണീയരായ സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളുടെ മുബാറക്കായ നസീഹത്തും പ്രഭാഷണവും അവിടുത്തെ ദുആയും കൊണ്ടാരംഭിച്ച് നമ്മുടെ ഈ സെമിനാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 3 വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ ഒന്നാമത്തെ വിഷയമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ഈ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണൽ എന്നതാണ് വിഷയം. ഇത് ചുരുങ്ങിയതൊരു മണിക്കൂറെങ്കിലും പറയുമ്പോഴാണ് അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ചെറിയൊരു അളവിൽ സ്പർശിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ സമയം പരിമിതമാണ്. പുറമേ 2 വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കാനും കൂടിയുണ്ട്. അതെല്ലാം മാനിച്ചുകൊണ്ട് സംക്ഷിപ്തമായിട്ട് മാത്രമാണ് ഞാൻ ഈ വിഷയത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. മിഅ്റാജിൻ്റെ രാവും അതിൻ്റെ നോമ്പുമെല്ലാം ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ സംഭവമാണല്ലോ അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുനിയാവിൽ വെച്ചിട്ട് തന്നെ നേരിട്ട് കണ്ടു എന്നുള്ളത്. ആ കാഴ്ചക്ക് സാക്ഷിയായ സംഭവമാണ്, ആ കാഴ്ചക്ക് വേദിയൊരുക്കിയ സംഭവമാണ് ഇസ്രായിൻ്റെയും മിഅ്റാജിൻ്റെയും രാത്രിയിൽ ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയാവതരണത്തിൽ ഇവിടെ സമർപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ ഉമ്മത്ത് ഈ ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റാരും തന്നെ ദുനിയാവിൽ വെച്ചിട്ട് അള്ളാഹുവിനെ നേർക്കണ്ണുകളെ കൊണ്ട് കാണുകയില്ല എന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് നേർക്കണ്ണുകളെ കൊണ്ട് കാണുകയില്ല എന്നുള്ളതാണ്. സ്വപ്നത്തിൽ അള്ളാഹുവിനെ കാണുന്ന കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ വിഷയത്തിൽ പെടാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടവരാണ് സഹാബികൾ. ഈമാനോടുകൂടി കണ്ട് ഈമാനോടുകൂടി മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ചാണല്ലോ സഹാബികൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതകാലത്തു തന്നെ
സ്വപ്നത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നുള്ളത്, സ്വപ്നം എന്ന് പറയുമ്പോൾ നല്ല സ്വപ്നമുണ്ട്, ചീത്ത സ്വപ്നമൊക്കെ ഉണ്ടല്ലോ. മലക്കിൽ നിന്നുള്ള സ്വപ്നം യഥാർത്ഥ സ്വപ്നമാണ്, അത് സത്യസന്ധമായ സ്വപ്നമാണ്. പിശാചിൽ നിന്നുണ്ടാകുന്ന സ്വപ്നങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ ജീവിത ചുറ്റുപാടുകളുമായിട്ട് ഇടപഴകി ആ ഇടപഴകലുകളോടനുബന്ധിച്ചുള്ള ഉറക്കത്തിൽ നിന്നുണ്ടാകുന്ന സ്വപ്നങ്ങൾ, അങ്ങനെ പല തരത്തിലുള്ള സ്വപ്നങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആര് സ്വപ്നം കണ്ടാലും, അവിടെ ഇന്ന ആളെന്നൊന്നും പറഞ്ഞിട്ടില്ല, ഔലിയാക്കളാവണമെന്നോ സാധാരണക്കാരനാവണമെന്നോ സത്യവിശ്വാസിയാവണമെന്നോ അല്ലാത്തവനാവണം, ഇങ്ങനൊന്നും വ്യത്യാസം പറയാതെ മൻ റആനി ഫിൽ മനാം, ഹദീസിലുള്ളത് അങ്ങനെയാണ്, ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. മൻ റആനി ഫിൽ മനാം, സ്വപ്നത്തിൽ ആര് എന്നെ കാണുകയാണെങ്കിലും ഫഖദ് റആനി, എന്താ പറഞ്ഞതിന്റെ അർത്ഥം? അവൻ എന്നെ തന്നെയാണ് കണ്ടത്, സംശയമില്ലാതെ. എന്തുകൊണ്ടെന്നാൽ ഫഇന്ന ശൈത്താന ലാ യതമസ്സലു ബി, ശൈത്താൻ എന്നെ കൊണ്ട് ഒരിക്കലും തന്നെ, നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് നബിയുടെ രൂപത്തിൽ കോലപ്പെട്ട് ശൈത്താൻ ഒരിക്കലും സ്വപ്നത്തിൽ വരികയില്ല. പല ആളുകളുടെ കോലത്തിലും ശൈത്താൻ വരും, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ വരികയില്ല. ഫഇന്ന ശൈത്താന ലാ യതസവ്വറു ബി ലാ യതശബ്ബഹു ബി ലാ യതമസ്സലുനി ഇന്ന ശൈത്താന ലാ യസ്തതിഉ അൻ യതശബ്ബഹ ബി ഫമൻ റആനി ഫിൻ നൗമി ഫഖദ് റആനി. ഇങ്ങനെ ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. മൻ റആനി ഫിൻ നൗം ഫഖദ് റഅൽ ഹഖ, ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അവൻ സത്യത്തെയാണ് കണ്ടിട്ടുള്ളത്, സത്യമായ സ്വപ്നമാണ് അവൻ കണ്ടിട്ടുള്ളത്. ഫഖദ് റആ ഹഖൻ, അങ്ങനെയും റിപ്പോർട്ടുണ്ട്. ഫഇന്ന ശൈത്താന ലാ യതഖയ്യലു ബി, ശൈത്താൻ എന്നെ ഭാവിപ്പിച്ചുകൊണ്ട് എന്റെ ഭാവത്തിലായിട്ട് ശൈത്താൻ ഒരിക്കലും സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയില്ല എന്ന് ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലൈസ ലിശൈത്താനി അൻ യതമസ്സല ബി ഫഇന്ന ശൈത്താന ലാ യതറായാ ബി ഫഇന്ന ശൈത്താന ലാ യതകവ്വനുനി, എന്റെ രൂപത്തിൽ ശൈത്താൻ ഒരിക്കലും തന്നെ ഉണ്ടാവുകയില്ല, സ്വപ്നത്തിൽ വരികയില്ല. മൻ റആനി ഫിൽ മനാം, സ്വപ്നത്തിൽ ആര് എന്നെ കാണുകയാണെങ്കിലും ഫസയറാനി ഫിൽ യഖളതി വലാ യതമസ്സലു ശൈത്താനു, അവൻ ഉണർവിൽ, സ്വപ്നത്തിൽ കണ്ട ആള് ഉണർവിൽ അവൻ എന്നെ കാണുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ കണ്ടതുപോലെയാണ്, അല്ലെങ്കിൽ അവൻ കണ്ടിരിക്കുന്നു. ഇങ്ങനെയൊക്കെ പല രൂപത്തിലും ഈ വിഷയം റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ഇന്നഹു ലാ യൻബഗി ലിശൈത്താനി അൻ യതമസ്സല ഫീ സൂറത്തി, എന്റെ രൂപത്തിൽ കോലപ്പെട്ട് വരാൻ ശൈത്താൻ ഒരിക്കലും സാധ്യമല്ല. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മൻ റആനി ഫിൽ മനാം, സ്വപ്നത്തിൽ എന്നെ ആര് കാണുകയാണെങ്കിലും ഫഖദ് റആനി, അവൻ എന്നെ തന്നെയാണ് കണ്ടത്. ഫഇന്നി ഉറാ ഫീ കുല്ലി സൂറത്തിൻ, കാരണം ഞാൻ എല്ലാ രൂപത്തിലും ഞാൻ സ്വപ്നത്തിൽ കാണപ്പെടും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിൽ ഏത് രൂപവും സ്വീകരിക്കാം. അമ്പിയാക്കളുടെ രൂപത്തിൽ വരാം, ഔലിയാക്കളുടെ രൂപത്തിൽ വരാം, മശായിഖന്മാരുടെ രൂപത്തിലൊക്കെ വരാം. നബി തങ്ങൾക്ക് രൂപങ്ങൾ ഏതും സ്വീകരിക്കാം. ഫഇന്നി ഉറാ ഫീ കുല്ലി സൂറത്തിൻ മൻ റആനി ഫഖദ് റഅൽ ഹഖ ഫഇന്ന ശൈത്താന ലാ യതസായാ ബി, അങ്ങനെയും റിപ്പോർട്ടുണ്ട്. ഞാൻ അതിൻ്റെ ഒന്നും അർത്ഥങ്ങൾ കൂടുതൽ വെച്ച് പോവാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയത്തിന്റെ കുറവിനെ മാനിച്ചുകൊണ്ടാണ്. പക്ഷെ ഇവിടൊക്കെ ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഹദീസുകളുണ്ടല്ലോ, ആ ഹദീസുകളിൽ വ്യാജം ചമക്കാൻ പാടില്ലല്ലോ. അങ്ങനെ വ്യാജം ചമച്ചിട്ടുണ്ടെങ്കിൽ, വ്യാജമായ ഒരു ഹദീസിനെ ഒരാൾ നിർമ്മിച്ചാൽ നരകത്തിൽ നിന്നുള്ള ഇരിപ്പിടം അവൻ തയ്യാറാക്കി കൊള്ളട്ടെ എന്നല്ലേ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നബിയുടെ ഒരു ആസാറിനെ വ്യാജമായിട്ട് ഒരാൾ അവതരിപ്പിച്ചാലോ, അയാൾക്കും നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കേണ്ടി വരും. എന്തുകൊണ്ട്? ഞാൻ എൻ്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കാണുന്നത്. പക്ഷേ എന്റെ പേരിൽ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇല്ലാത്തൊരു സ്വപ്നകഥ ഇവിടെ അവതരിപ്പിച്ചാലോ,
മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനൻ നാർ, നരകത്തിൽ നിന്നൊരു സീറ്റ് അവൻ ഉറപ്പിച്ചു കൊള്ളട്ടെ എന്ന്. അപ്പൊ നബിയെ തന്നെയും ഇവിടെ വ്യാജമായിട്ട് അവതരിപ്പിക്കുക. നബിയുടെ ഹദീസുകൾ മാത്രമല്ല, നബി പഠിപ്പിച്ചെന്ന അധ്യാപനങ്ങൾ മാത്രമല്ല, അധ്യാപനങ്ങളുമായി ബന്ധപ്പെട്ട ഇൽമിൽ മാത്രമല്ല ഈ ഹദീസ് ബാധകമാകുന്നത്. നബിയെ തന്നെയും ഒരാൾ വ്യാജമായി അവതരിപ്പിച്ചു, അല്ലെങ്കിൽ നബിയുടെ ഒരു അസറിനെ ഒരാൾ വ്യാജമായി അവതരിപ്പിച്ചു. എന്നാൽ അവരൊക്കെ തന്നെയും അത് വൻദോഷത്തിന്റെ പരിധിയിൽ വരും എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നബിയെ കണ്ടാൽ, സ്വപ്നത്തിൽ ആരെങ്കിലും എന്നെ കണ്ടാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എന്നെ തന്നെയാണ് കണ്ടതെന്ന് പറഞ്ഞാൽ അവൻ കണ്ട കാര്യം സത്യമാണ്. അത് പേക്കിനാവോ പിശാചിന്റെ സ്വപ്നമോ അല്ല. അതാണ് അതിന്റെ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, റൗളയിൽ മറവ് ചെയ്യപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുദാത്തു ശരീഫയെ തന്നെയാണ് കണ്ടത് എന്ന അഭിപ്രായം പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. മൂന്നാമത്തെ അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറിയപ്പെട്ട, രേഖപ്പെടുത്തപ്പെട്ട എല്ലാ സിഫത്തുകളും രൂപങ്ങളുമായിട്ടാണ് കാണുന്നത് എങ്കിൽ നബിയുടെ ആ മറവ് ചെയ്യപ്പെട്ട ആ നബിയെ തന്നെയാണ് കാണുന്നത്. അതേ സമയത്ത് അല്ലാത്തൊരു രൂപത്തിലാണ് കാണുന്നത് എങ്കിൽ, ഉദാഹരണം ഞാനൊരു ചെറിയ ഉദാഹരണം മാത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താടികൾ മുഴുവൻ വെളുത്തിട്ടാണ് കാണുന്നത്. ആകെ 20ഓളം മുടികൾ മാത്രമാണല്ലോ റസൂലുള്ളാഹിക്ക് വഫാത്തിന്റെ സമയത്ത് നരച്ചിട്ടുള്ളത്. പക്ഷേ ഇത് താടിയും തലമുടിയും ഒന്നിച്ച് നരച്ച രൂപത്തിലാണ് കാണുന്നത് എങ്കിലോ, എന്നാൽ നബിയെ അല്ല കാണുന്നത്, നബിയുടെ മിസാലിനെയാണ്, അവിടുത്തെ ഒരു പ്രതിരൂപത്തെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അതൊരു ഉപമയാണ് കാണുന്നത് എന്ന് അഭിപ്രായം പറഞ്ഞവരും ഉണ്ട്. ഇനി മറ്റൊരു അഭിപ്രായം, ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, എങ്ങനെ കണ്ടാൽ, സ്വപ്നത്തിലാവട്ടെ, ഉണർച്ചയിലാവട്ടെ, ഉണർവിലാവട്ടെ, എവിടെ വെച്ച് കാണുകയാണെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജസദിനെ അല്ല കാണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ അല്ല കാണുന്നത്, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിസാലിനെയാണ്, അതിന്റെ ഒരു പ്രതിരൂപത്തെയാണ് കാണുന്നത് എന്ന് ഇമാം ഗസാലി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ അൽ മദ്നൂൻ അലാ ഗൈരി അഹ്ലിഹി എന്ന കിതാബിൽ രേഖപ്പെടുത്തിയത് ശേഷമുള്ള പണ്ഡിതന്മാർ ഒട്ടനേകം ആളുകൾ അത് ഉദ്ധരിച്ചതായിട്ട്, ആരും അതിനെ തള്ളിപ്പറയാത്ത രൂപത്തിൽ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ 3-4 വിശദീകരണങ്ങളാണ്, അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അപ്പൊ എങ്ങനെയായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് യഥാർത്ഥ സ്വപ്നമാണ്, അതാണ് ഒരു വ്യാഖ്യാനം. നബിയുടെ തിരുമേനിയെ തന്നെയാണ് കണ്ടത്, അതാണ് രണ്ടാമത്തെ വ്യാഖ്യാനം. പൂർണ്ണാർത്ഥത്തിൽ കണ്ടിക്കുകയാണെങ്കിൽ തിരുമേനിയെയാണ് കാണുന്നത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മിസാലിനെയാണ് കാണുന്നത്. എങ്ങനെയായാലും നബിയുടെ മിസാലിനെ മാത്രമാണ് കാണുന്നത്. ഇങ്ങനെ പല അർത്ഥങ്ങളുമുണ്ട്, പല വ്യാഖ്യാനങ്ങളുമുണ്ട്, പല ഇമാമിങ്ങളും അതിൽ പല അഭിപ്രായക്കാരാണ്. എല്ലാ അഭിപ്രായം സുന്നത്തി ജമാഅത്തിന്റെ ഇമാമിങ്ങളുടെ അഭിപ്രായം തന്നെയാണ്. അതിൽ ഏതെങ്കിലും ഒരു ഇമാമിന്റെ അഭിപ്രായം സുന്നത്തി ജമാഅത്തിന് പുറത്തുള്ള അഭിപ്രായമല്ല. ഏതെങ്കിലും ഒരു ഇമാമിന്റെ അഭിപ്രായം ആരെങ്കിലും ഒന്ന് ഉദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ സുന്നത്തി ജമാഅത്തിന്റെ പുറത്തുള്ള അഭിപ്രായമാണ് പറഞ്ഞത് എന്നും പറയാൻ പറ്റില്ല. എല്ലാം സുന്നത്തി ജമാഅത്തിന്റെ അയിമ്മത്തിന്റെ ഇടയിലുള്ള അഭിപ്രായങ്ങളാണ്, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. ഈ വിഷയത്തിൽ ധാരാളം അഭിപ്രായങ്ങൾ നമ്മുടെ ഇമാമുമാർ രേഖപ്പെടുത്തിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇത് നബിയുടെ മാത്രം പ്രത്യേകതയാണോ? സ്വപ്നത്തിൽ കണ്ടാൽ അത് യഥാർത്ഥ സ്വപ്നമാണ്, ആ നബിയെ തന്നെയാണ് കാണുന്നത് എന്നുള്ളത് നബിയുടെ മാത്രം പ്രത്യേകതയാണോ? ഇമാം ഖുലാഇ റളിയല്ലാഹു തആല അൻഹുവിനെ പോലുള്ള ആളുകൾ പറയുന്നത് നബിയുടെ മാത്രം പ്രത്യേകതയാണെന്നാണ്. അതേസമയത്ത് ഇമാം ബഗവി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ള ആളുകൾ തറപ്പിച്ചു പറയുന്നത്, ഞാൻ എല്ലാ ഇമാമിങ്ങളുടെ പേരുകളും ഇവിടെ എടുത്തു പറയുന്നില്ല, അത് നബിയുടെ മാത്രം പ്രത്യേകതയല്ല, അത് മറ്റു നബിമാർക്കും അത് അവരെ നമ്മൾ സുലൈമാൻ നബിയുടെ സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയുടെ സ്വപ്നം കണ്ടു, ഇബ്രാഹിം നബിനെ തന്നെയാണ് കാണുന്നത്, മറ്റാരെയുമല്ല, അല്ലെങ്കിൽ അത് പിശാച് കോലപ്പെട്ട് വന്നതല്ല. അപ്പൊ നബിയുടേത് മാത്രമല്ല മറ്റു നബിമാർക്കും ഇതേ പ്രത്യേകതയുണ്ട് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ ഇമാമിങ്ങളും ഉണ്ട്. അപ്പൊ നബിയെ കണ്ടാൽ നബിനെ തന്നെയാണ് കാണുന്നത്. പക്ഷെ നബിനെ കാണുന്നത് എങ്ങനെ ആയിരിക്കണം?
നബിനെ കണ്ടാൽ നബിനെ തന്നെയാണ് കാണുന്നത്. ആ നബിനെ തന്നെയാണ് കാണുന്നത് എന്നുള്ളതിൽ 3-4 അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നബിനെ കാണൽ എങ്ങനെയായിരിക്കണം? അത് നിരുപാധികമാണോ അതോ ഉപാധിയോടുകൂടെയാണോ? അതും ഇമ്മത്തിന്റെ ഇടയിൽ ധാരാളം ചർച്ചകൾ നടന്ന വിഷയമാണ്, ധാരാളം അഭിപ്രായങ്ങളുള്ള വിഷയമാണ്, അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. അങ്ങനെ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ടത്. അതിലേതെങ്കിലും ഒരു അഭിപ്രായം ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ അത് സുന്നത്ത് ജമാഅത്തിന് പുറത്തുപോയി എന്ന് പറഞ്ഞിട്ട് അതിനെന്ത് ചെയ്യണ്ട, അതിനെ മാറ്റിവെക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യേണ്ടുന്ന യാതൊരു ആവശ്യകതയും ഈ വിഷയത്തിൽ ഇല്ല. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം ഷാഫി മദ്ഹബിലെ സുൽത്താനുൽ ഉലമ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണല്ലോ. ബഹുമാനപ്പെട്ടവർ പറയുന്നത് ഇത് നബിയുടെ സാക്ഷാൽ രൂപത്തിലും സാക്ഷാൽ വിശേഷണത്തിലും കാണുമ്പോഴാണ് നബിനെ തന്നെയാണ് കണ്ടത് എന്ന് പറയാൻ പറ്റുകയുള്ളൂ എന്ന് ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാമിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ മിർഖാത്തുസ് സുഊദിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അതേസമയത്ത് ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട ഒരു സ്വഹാബി അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയ പിൽക്കാലത്തുള്ള ഒരാൾ, ആ ആൾ നബിനെ കണ്ടാൽ, ആ വിശേഷണങ്ങളോടുകൂടി സ്വപ്നത്തിൽ കണ്ടാൽ അയാൾക്ക് ഉറപ്പിക്കാൻ കഴിയും ഇത് നബി തന്നെയാണ്. അല്ലാത്ത രൂപത്തിൽ നബിനെ കണ്ടാലോ, അല്ല, നബിക്ക് പല രൂപങ്ങളും പ്രാപിക്കാൻ കഴിയും നമ്മൾ പറഞ്ഞു. പക്ഷേ ഈ എല്ലാ രൂപങ്ങളും നബി തന്നെയാണോ അല്ലേ? ഒരാൾക്ക് ഒരുപാട് രൂപങ്ങൾ പ്രാപിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത് കൊണ്ട് രൂപങ്ങളെല്ലാം അയാളാണെന്ന് വരില്ല. ഒരാൾക്ക് പല രൂപത്തിലും വരാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞാൽ തന്നെയും എല്ലാ രൂപങ്ങളും അയാളാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, തിരിച്ചു പറയാൻ പറ്റില്ല. അപ്പോ നബിയെ കാണാത്തൊരു സ്വഹാബി അല്ലാത്തൊരാൾ, അല്ലെങ്കിൽ നബിയുടെ കൃത്യമായ സൂറത്തും അവിടുത്തെ സിഫത്തും കൃത്യമായി പഠിക്കാത്ത ഒരാൾ, എത്രയോ കാലശേഷം വന്നൊരാൾ, അയാൾ സ്വപ്നത്തിൽ നബിയെ കാണുകയാണ്. എന്നാൽ അത് നബി ആവാം, ആവാതിരിക്കാം, പിശാച് വന്നതായേക്കാം എന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട ഇമാം സുർഖാനി റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ബഹുമാനപ്പെട്ട ഇമാം സർകശി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഖാദിമിൽ ഇത് ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോ അവിടെ ഒരു ചോദ്യമുണ്ട്. ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുവാവായിട്ടോ വൃദ്ധനായിട്ടോ കുട്ടിയായിട്ടോ ഒക്കെ വന്നാലോ? ആ ചോദ്യത്തിന് അവർ പറഞ്ഞ മറുപടി എന്താണ്? ഇപ്പൊ നമ്മളെ ഒരു പിതാവ്, ആ പിതാവ് കുറെ കാലം കാണാലാതെ പിന്നീട് അയാൾ തിരിച്ചു വരുമ്പോ പറ്റ വൃദ്ധനായിട്ടാണ് വരുന്നത്. അയാൾ കോലം മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കാഴ്ചയിൽ നമുക്ക് അയാളെ തിരിച്ചറിയും. അപ്പൊ അയാളെ തിരിച്ചറിയാൻ ആവശ്യമായ എന്തോ ഒന്ന് നമ്മൾക്ക് അയാളെ കുറിച്ച് അറിയാം. ആ അറിഞ്ഞത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ പിതാവാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതുപോലെയാണ്. അപ്പൊ അങ്ങനെയെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിവുള്ള ആള് സ്വപ്നം കണ്ടിക്കുകയാണെങ്കിൽ മാത്രമേ അത് നബിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഇല്ല എങ്കിൽ അത് നബി ആവാം, ആവാതിരിക്കാം, അത് പിശാച് വന്നതും ആവാം. ഇത് ഇമാം സർകശി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം സുർഖാനി റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്നുണ്ട്. എന്നാൽ ആ അഭിപ്രായത്തിന് എതിരെ അഭിപ്രായമുള്ള ആളുകളുണ്ട്. ചില ആളുകൾ പറയുന്നത് നബിയുടെ ഒരു രൂപവുമില്ല, ഞാൻ റസൂലാണ് എന്ന് പറഞ്ഞിട്ട് ഒരാളിങ്ങനെ വരികയാണ് സ്വപ്നത്തിൽ, എന്നാൽ അത് നബി തന്നെയാണ് എന്ന് രേഖപ്പെടുത്തിയ ആളുകളുമുണ്ട്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ബഹുമാനപ്പെട്ട ഇമാം ഖൗറാനി റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനമായ അൽ കൗസറുൽ ജാരിയിൽ ബഹുമാനപ്പെട്ടവർ അങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന റസൂലുള്ളാഹി എന്ന് പറഞ്ഞിട്ട് പോലും ശൈത്താന് വരാൻ കഴിയൂല, എന്നാൽ അങ്ങനെ വരാൻ കഴിയുമെന്ന് രേഖപ്പെടുത്തിയ ഇമാമിങ്ങളുണ്ട്. അങ്ങനെ ഈ ഭാഗത്തുണ്ട്. നോക്കൂ നിങ്ങൾ, ത്വരീഖത്തു മുഹമ്മദിയുടെ ശറഹായ അൽ വസീലത്തുൽ അഹ്മദിയിൽ പറയാം, അലാ അന്ന ശൈത്താന ഖാദിറുൻ അൻ യഖൂല ലിൽ ഇൻസാൻ അന റസൂലുള്ളാഹ് വലാകിൻ ലാ യതശക്കലു ബിശക്ലിഹി അലൈഹിസ്സലാം. ഞാൻ റസൂലുള്ളയാണെന്ന് പറഞ്ഞ സ്വപ്നത്തിൽ വരാം, പക്ഷെ നബിയുടെ രൂപത്തിൽ വരാൻ കഴിയില്ല, രൂപത്തിൽ വരാൻ കഴിയില്ല, അല്ലാതെയാണെങ്കിൽ വരാൻ കഴിയും എന്ന് ത്വരീഖത്തുൽ മുഹമ്മദിയുടെ വ്യാഖ്യാന ഗ്രന്ഥമായ അൽ വസീലത്തുൽ അഹ്മദിയിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അൽ ബരീഖത്തുൽ മഹ്മൂദിയിലും അത് പറയുന്നു.
വശൈത്താനു ഖാദിറുൻ അലാ അൻ യഖൂല അന റസൂലുള്ളാഹ് വഇൻ ലം യതശക്കൽ ബിശക്ലിഹി ശരീഫ്. അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ സ്വപ്നത്തിൽ വരാം, പക്ഷേ രൂപപ്പെട്ട് നബിയുടെ രൂപത്തിൽ വരാൻ കഴിയില്ല. അതിലാർക്കും തർക്കമില്ല. അപ്പൊ ഇതൊക്കെ പല അഭിപ്രായങ്ങളുടെ വിഷയങ്ങളാണ്, ഞാൻ ചുരുക്കുകയാണ്. എന്നാൽ ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇംദാദിൽ പറയുന്ന ഒരു ഇബാറത്ത് നമ്മൾ ശ്രദ്ധിക്കണം. ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഇംദാദിൽ പറയുകയാണ്. എന്താണ് പറയുന്നത്? വറുയതുഹു ഫിന്നൗമി ഹഖ്. നബിയെ സ്വപ്നത്തിൽ കാണുക എന്നുള്ളത് അത് സത്യമായ കാര്യമാണ്. വലു അലാ ഗൈരി സൂറത്തിഹിൽ മഅറൂഫ. അത് നബിയുടെ ആ അറിയപ്പെട്ട രൂപം അല്ലാത്ത രൂപത്തിലാണെങ്കിലും ശരി. അല്ലാത്ത രൂപം എന്ന് പറഞ്ഞാൽ എന്ത്? ശ്രദ്ധിക്കണം, അടിവരട്ട പോയിന്റ് ശ്രദ്ധിക്കണം. നബിയെ കൊണ്ടോ നബിയിലേക്ക് ചേർക്കപ്പെടുന്ന ഏതെങ്കിലും ഒന്നുകൊണ്ടോ ശൈത്താൻ രൂപപ്പെടുകയില്ല, ശൈത്താൻ സ്വപ്നത്തിൽ വരികയില്ല. അപ്പൊ നബിയുടെ സാക്ഷാൽ രൂപം കൊണ്ടോ നബിയിലേക്ക് ചേർക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നബിയുടെ തലപ്പാവ്, നബിയുടെ വസ്ത്രധാരണം, നബിയുടെ നടത്തിരിപ്പ്, ആ ഒരു ശൈലിയിൽ വരാൻ കഴിയൂല. അപ്പൊ അല്ലാത്ത ശൈലിയിലോ? അതിന്റെ മഫ്ഹൂം എങ്ങനെയാണ്? അതിന്റെ മഫ്ഹൂം ആ പറഞ്ഞ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അല്ലാത്ത ശൈലിയിൽ വരുന്നതിന് കുഴപ്പമില്ല. അപ്പൊ നബിയുടെ സാക്ഷാൽ രൂപത്തിൽ അല്ല, സാക്ഷാൽ രൂപം അല്ലാത്ത രൂപത്തിലാണെങ്കിൽ പോലും അന റസൂലുള്ളാഹ് എന്ന പേരിൽ വരികയില്ല എന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട്. എന്നാൽ ഒരു നബിയിലേക്ക് ചേർക്കപ്പെടുന്ന യാതൊരു അടയാളവുമില്ലാതെ തികച്ചും അന്യമായ ഒരു രൂപത്തിൽ അന റസൂലുള്ളാഹ് എന്ന് പറഞ്ഞൊരു സ്വപ്നത്തിൽ വരും എന്നല്ല പറഞ്ഞത്, വരാം, വന്നേക്കാം. അതുകൊണ്ട് ഉറപ്പിക്കാൻ പറ്റുകയില്ല, അത് റസൂലുള്ളാഹ് തന്നെയാണെന്ന് ഉറപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞ ഇമാമിങ്ങളും ഉണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പറയാണ്, വയദ്ഹറു ലി ഫി തൗഫീഖ് ബൈന ജമീഇ മാ ദക്കറൂഹു അന്ന മൻ റആഹു അലാ സിഫത്തിൻ ഔ അക്സറ മിമ്മാ യഖ്തസു ബി. നബിക്ക് മാത്രമുള്ള ഒന്നോ ഒന്നിലധികമോ വിശേഷണങ്ങളിലായിട്ട് നബിയെ അവൻ സ്വപ്നം കണ്ടാൽ ഫഖദ് റആഹു, അപ്പൊ അവൻ നബിയെ കണ്ടു. വലൗ കാനത്ത് സായിറു സിഫാത്തി മുഖാലിഫത്ത്, മറ്റെല്ലാ സിഫത്തുകളും നബിക്കല്ലാത്ത സിഫത്തുകളാണ്. എന്നാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സിഫത്തിൽ നബിയുടേതാണെങ്കിൽ നബിയെയാണ് കണ്ടത്. അപ്പൊ ഒരു നിലക്കും ബന്ധമില്ലാതെ തികച്ചും അന്യമായ രൂപത്തിലാണ് വന്നതെങ്കിലോ അങ്ങനെ വരാൻ നബിക്ക് സാധിക്കും. നബി തങ്ങൾ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഔലിയാക്കളുടെയും മശായിഖന്മാരുടെയൊക്കെ രൂപത്തിൽ വരും എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇബ്രീസിലൊക്കെ കാണാം. പക്ഷെ അങ്ങനെ വരാൻ കഴിയുമെന്ന് പറഞ്ഞതുകൊണ്ട് വന്നതെല്ലാം നബിയാണെന്ന് പറയാൻ പറ്റില്ലേ? അത് പറ്റുകയില്ല എന്ന അഭിപ്രായമാണ് പല ഇമാമിയങ്ങൾക്കുള്ളത്. ഞാൻ പറയുന്നത് എല്ലാ ഇമാമിയങ്ങൾക്കും അങ്ങനെ അഭിപ്രായം ഉണ്ടെന്നല്ല പറയുന്നത്, പല ഇമാമിയങ്ങൾക്കും അങ്ങനെ അഭിപ്രായമുണ്ട്. ഞാൻ അവസാനിപ്പിക്കാം. ബഹുമാനപ്പെട്ട മഹാനായിരിക്കുന്ന ശൈഖുൽ ഇസ്ലാം സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹുവിനോട് ഈ വിഷയകമായിട്ടുള്ള ഒരു പ്രസിദ്ധമായ ചോദ്യവും അതിന്റെ ഉത്തരവുമുണ്ട്. അത് മാത്രം ശ്രദ്ധിക്കുക. എന്താണ് ആ ചോദ്യം? ആ ചോദ്യം ഒരു നീണ്ട ചോദ്യമാണ്. അതിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യം എന്താണ്? വഹൽ യംതനിഉ അൻ യതസമ്മാ ഇബ്ലീസു ബിസ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വയഖൂല ലിന്നാഇമി ഇന്നഹു അൻ-നബി അലൈഹി സ്വലാത്തു വസ്സലാം വയഅ്മുറുഹു ബിതാഅത്തിൻ ലിയതവസ്സല ബിദാലിക ഇലാ മഅസിയത്തിൻ കമാ യംതനിഉ അലൈഹി തശക്കുലു ഫീ സൂറത്തിഹി ശരീഫത്തി അംലാ. നബിയുടെ രൂപത്തിൽ ശൈത്താന് വരാൻ കഴിയൂലല്ലോ എന്നതുപോലെ നബിയുടെ രൂപത്തിലല്ലാതെ നബിയുടെ പേര് പറഞ്ഞുകൊണ്ട് ശൈത്താന് വരാൻ കഴിയുമോ സ്വപ്നത്തിൽ? അതാണ് ചോദ്യം. അപ്പൊ രൂപത്തിൽ വരാൻ കഴിയാത്തതുപോലെ പേര് പറഞ്ഞുകൊണ്ട് വരാൻ കഴിയുമോ? അപ്പൊ ബുദ്ധിപരമായ സാധ്യത ഉണ്ടോന്നല്ല, നബിയുടെ രൂപത്തിലും കോലത്തിലും സ്വപ്നത്തിൽ വരാൻ കഴിയൂല, അത് ഉറപ്പാണ്. എന്നാൽ നബിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ തികച്ചും അന്യമായ, തികച്ചും നബിയുടെ സിഫത്തിനോടും സൂറത്തിനോടും ഒരു നിലക്കും ബന്ധമില്ലാതെ
മഹ്ളൻ മുഖാലഫത്തോടു കൂടി ശൈത്താൻ പ്രത്യക്ഷപ്പെടുമോ ഇല്ലേ? അത് തന്നെ ഹിദായത്തിന്റെ വർത്താനൊന്നും അല്ല പറയുന്നത്, മഅസിയത്തിന്റെ വർത്താനം പറഞ്ഞുകൊണ്ട് വരുമോ ഇല്ലേ? വബിഹി തതമയ്യസു അർറുയതു ലഹു സാദിഖത്തു മിനൽ കാദിബ, അല്ലെങ്കിൽ വബിമ തതമയ്യസു അർറുയതു ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാദിഖത്തു മിനൽ കാദിബ. എങ്ങനെയാണ് നബിയെ സത്യസന്ധമായ സ്വപ്നത്തിൽ കാണലും വ്യാജമായ സ്വപ്ന ദർശനവും വേർതിരിയുക? അത് നബിയുടെ രൂപത്തിൽ വരുന്നത് സത്യവും അല്ലാത്തത് വ്യാജവും എന്നാണോ? അതിന് ബഹുമാനപ്പെട്ടവർ വളരെ ബുദ്ധിപരമായൊരു മറുപടിയാണ് കൊടുക്കുന്നത്. ബഹുമാനപ്പെട്ടവർ പറയണു, അഖ്ലൻ നിലക്ക് നബിയുടെ പേരിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. ബുദ്ധിപരമായി ചിന്തിച്ചാൽ ഒരാളെ സ്വപ്നത്തിൽ നബി അങ്ങനെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന്റെ എതിരെന്താണ്? ശറഇലോ? ശറഇന്റെ കാഴ്ചപ്പാടിൽ അങ്ങനെ വരുമോ വരൂലേ? അത് അയിമ്മത്തിന്റെ ഇടയിൽ പല അഖ്വാലുകളും ഉള്ള ഒരു വിഷയമാണ്. ഒരു നിലക്കും ബന്ധമില്ലാതെ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു വരുമോ? അത് വന്നാൽ അത് നബിയാണെന്ന് ഉറപ്പിക്കാമോ? ഉറപ്പിക്കാമെന്ന് പറഞ്ഞവരുണ്ട്. എന്നാ അങ്ങനെ പറയണ്ട, അത് പിശാചുമാവാം, ആണ് എന്നല്ല ആവാം, അതുകൊണ്ട് ഉറപ്പിക്കാൻ പോവണ്ട എന്ന് പറഞ്ഞ ആളുകളുമുണ്ട്. ഇമാം ഖറാഫി അതിൽപ്പെട്ടതാണ്. ഇമാം സർക്കശി അത് ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം സുർഖാനി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. മറ്റനേകം ആളുകൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അഖ്ലൻ നിലയ്ക്ക് അതേതായാലും സാധ്യമാണെങ്കിലും ശറഅൻ നിലയ്ക്ക് അത് സാധ്യമാണോ അല്ലേ? പല അഭിപ്രായങ്ങളുമുണ്ട്. പക്ഷെ സാധ്യമാണ് എന്നതിലേക്കാണ് സക്കരിയ അൻസാരിയുടെ തുടർന്നുള്ള ചർച്ചയുടെ ശൈലി പോകുന്നത്. കാരണം ബഹുമാനപ്പെട്ടവരോട് പിന്നെ അടുത്ത ചോദ്യം, എങ്ങനെയാണ് നബി കോലത്തിലൊരിക്കലും വരാൻ കഴിയൂല എന്നതാണ്. ബുദ്ധിപരമായിട്ട് അതിന് വിരോധമില്ല. ഇനി ശറഇൽ അതിന് വിരോധമുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പല അഭിപ്രായങ്ങളുണ്ട് എന്നതിലേക്ക് സൂചന സക്കരിയ അൻസാരി തങ്ങൾ കൊടുത്തതിന് ശേഷം പിന്നെ താഴെ പറയുന്നു, വ്യാജ സ്വപ്നത്തിന്റെ ഉദാഹരണത്തിൽപ്പെട്ട ഒന്നാണ് ചില നബിമാരെ സ്വപ്നം കാണുക, അവര് ഹറാമ് കൊണ്ട് കൽപ്പിക്കുക. അപ്പൊ അതിൽ നബി ഉൾപ്പെട്ടോ പെട്ടില്ലേ? ഇത് മറ്റു നബിമാർക്ക് കൂടി ഉള്ള പിന്നെ ഈ സ്വപ്നത്തിൽ നബിയെ കണ്ടാൽ നബിനെ തന്നെയാണ് കാണുന്നത് എന്നുള്ള ഈ പ്രത്യേകത നമ്മുടെ നബിക്ക് മാത്രമല്ല മറ്റു നബിമാർക്കും ബാധകമാണോ അല്ലേ? ആണ് എങ്കിൽ അപ്പൊ നമ്മൾ നബി അതിൽ ഉൾപ്പെട്ടു. അപ്പൊ നബിയുടെ പേരിലും വരാം എന്നതിലേക്കൊരു സൂചന നൽകിക്കൊണ്ട് ആ വിഷയത്തിൽ ആഴത്തിലും പ്രത്യക്ഷത്തിലും ഇടപെടാത്തൊരു രൂപത്തിലാണ് ബഹുമാനപ്പെട്ട സക്കരിയ അൻസാരി റളിയല്ലാഹു തആല അൻഹു അതിന് മറുപടി കൊടുത്തത്. അപ്പൊ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ വിശദമായിട്ട് അതിന്റെ ഒരുപാട് ഇബാറത്തുകളൊക്കെ വായിച്ച് മണിക്കൂറുകളോളം നമുക്കിത് സംസാരിക്കേണ്ട ഒരു വിഷയമാണ്. തുടർന്ന് രണ്ട് വിഷയം കൂടി ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബിയെ തന്നെയാണ് കണ്ടത് എന്നതിന് തന്നെ 3-4 വ്യാഖ്യാനങ്ങളുണ്ട്. ഇനി സ്വപ്നത്തിൽ കണ്ടാൽ എന്ന് പറഞ്ഞാൽ നിരുപാധികം ഒരു ഉപാധിയും അതിൽ ഇല്ല എന്ന് പറയുന്ന ഇമാമിങ്ങളുണ്ട്. എന്നാൽ അതിൽ ഉപാധിയോട് കൂടെയാണെന്ന് പറയുന്ന ഇമാമിങ്ങളുണ്ട്. എന്താണ് ആ ഉപാധി? നബിയുടെ വിശേഷണങ്ങൾ കണ്ട സ്വഹാബിയായിരിക്കണം, അല്ലെങ്കിൽ വിശേഷണങ്ങൾ പഠിച്ച ആളായിരിക്കണം, അല്ലെങ്കിൽ നബിയുടെ വിശേഷണങ്ങൾ മുഴുവനായിട്ടോ ഭാഗികമായിട്ട് ഏതെങ്കിലും ഒരു വിശേഷണമോ ഒരു രൂപമോ ഉള്ള നിലക്ക് വന്നിക്കുകയാണെങ്കിൽ പിശാചൊരിക്കലും വരാൻ സാധ്യമല്ല. അല്ലാത്ത വിധത്തിൽ അന്യമായ ഒരു തികച്ചും വ്യത്യസ്തമായി തികച്ചും വിഭിന്നമായ ഒരു രൂപത്തിൽ വന്നതാണെങ്കിലോ വരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വപ്നത്തിൽ സാധിക്കുമെങ്കിലും അത് നബി തന്നെയാണെന്ന് ഉറപ്പിക്കാൻ നിർവാഹമില്ല. നബിയാവാം, അല്ലാതിരിക്കാം. പ്രത്യേകിച്ചും വിഡ്ഢികളായ ശുചീകരണം ചെയ്യുന്ന മസ്അല പോലും അറിയാത്ത പടുജാഹിലീങ്ങളായ ചില സൂഫിവാദികൾക്കൊക്കെ അങ്ങനെ സംഭവിച്ചേക്കാം എന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി മറ്റുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പല രൂപത്തിലും വരാൻ സാധിക്കും, തികച്ചും വ്യത്യസ്തമായ രൂപത്തിൽ വരാൻ സാധിക്കും, മശായിഖന്മാരുടെ രൂപത്തിൽ വരാൻ സാധിക്കും. അപ്പൊ ആ വന്നത് അത് മശായിഖന്മാരുമായിട്ട് അഭേദ്യമായ ബന്ധവും കശ്ഫ് കറാമത്തിന്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഇൽഹാമുള്ള ആളുകൾക്കും കശ്ഫ് കറാമത്തുള്ള ആളുകൾക്കും മശായിഖന്മാരുടെ മദതും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ആ നിലയിൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് വേറെ നിൽക്കാണ്. കാരണം പല രൂപത്തിൽ നിമിത്തങ്ങൾക്ക് വന്നേക്കാം.
പക്ഷേ അത് നബി തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ സാധാരണഗതിയിൽ നബി തങ്ങളാണെന്ന് ഉറപ്പിക്കാൻ നിർവാഹമില്ല. നബി തങ്ങളാവാം, പിശാച് വന്ന് അന റസൂലുള്ളാ എന്ന് പറഞ്ഞതായേക്കാം എന്ന അഭിപ്രായപ്പെട്ട ആളുകൾ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണവിശേഷത്തോടുകൂടെയോ നബിയിലേക്ക് നിസ്ബാ ചെയ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു അംശത്തോടുകൂടെയോ വന്നതാണെങ്കിൽ നബിയാണെന്ന് ഉറപ്പിക്കാം. അല്ലെങ്കിൽ അത് നബി അല്ലാത്തതാവാം, നബിയും ആവാം. ആ രണ്ട് സാധ്യതകളെയും വെച്ചുകൊണ്ടാണ് പല ഇമാമിങ്ങളും ആ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അതിലേതെങ്കിലും ഒരു വിഷയം, പ്രത്യേകിച്ചും പല ആളുകളും പല വ്യാജവാദികളും തുലോം പ്രത്യക്ഷപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും മഹത്തുക്കളായ ഇമാമിങ്ങളുടെ അഭിപ്രായത്തെ അതിനെ ബലപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ച വല്ല കാര്യങ്ങളുമുണ്ടെങ്കിൽ അതിനെയൊക്കെ സുന്നത്തി ജമാഅത്തിന്റെ പുറത്താണ്. അതൊന്നും സുന്നികളുടെ വാദങ്ങളല്ല, അതൊക്കെ വേറെ ഏതൊക്കെ ബിദ്അകളുടെ വാദമാണ് എന്ന് പറഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മുടിചൂടാ മന്നന്മാരായ പല ഇമാമിങ്ങളെയും സുന്നത്തി ജമാഅത്തിൽ നിന്ന് പുറത്താക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ള അബദ്ധങ്ങളിലേക്കൊന്നും ഇപ്പോൾ നമ്മൾ ആരും തന്നെ പോവണ്ട എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉലമാക്കളോടും മുതഅല്ലിമീങ്ങളോടും ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.